ഭൂതലവും മാറും ആദിമുതൽക്കേ മാറാനുള്ളത് നിർവചനം മാത്രം. കാലങ്ങൾ മാറും രൂപങ്ങൾ മാറും അന്നും ഇന്നും മായാനുള്ളത് തിരുവചനം മാത്രം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിൻ്റെ കതിരുകൾ കൊയ്യാൻ പോകാം. നീതിയുക്തനാണ്, അങ്ങയുടെ വിധിവാചകം കുറ്റമറ്റതാണ്. പാപത്തോടെയാണ് ഞാൻ പിറന്നത്, അങ്ങയുടെ ഉത്തരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയപരമാർത്ഥതയാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്, ആകയാൽ എൻ്റെ അന്തരംഗത്തിൽ ജ്ഞാനം പകരണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ പവിത്രീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും, എന്നെ കഴുകണമേ. ഞാൻ മണ്ണിനേക്കാൾ വെണ്മയുള്ളവനാകും, എന്നെ സന്തോഷഭരിതനാക്കണമേ. അവിടുന്ന് തകർത്ത എൻ്റെ അസ്ഥികൾ ആനന്ദിക്കട്ടെ. എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ, എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധ ദൈവത്തിന്റെ കരുണ അനുഭവിക്കുന്നവരാകട്ടെ, അതിന് നന്ദി പറയുന്നവരാകട്ടെ. രണ്ട്, കർത്താവ് എന്നോട് കരുണ കാണിക്കുന്നത് പോലെ ഞാൻ കരുണ കാണിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഒരു മുഖത്തോട്ടം കൂടാതെ എല്ലാവർക്കും കരുണ കാണിക്കാനുള്ള ഒരു വിശാലത്തെ നമുക്ക് തരട്ടെ. നമുക്ക് ഒരിക്കൽ കൂടി കരമുയർത്തി ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പോകുന്നത് അറിയാമോ? തൈല അഭിഷേകമാണ്. തൈലാഭിഷേകത്തിലുള്ള പ്രത്യേകത ഉള്ളതുകൊണ്ടും ഈ കരുണയുടെ ദിവസം ഈ രണ്ട് കാര്യം, കരുണയുടെ അനുഭവം, ഈ ദൈവത്തിന്റെ കരുണയുടെ അനുഭവം കൊണ്ട് നിങ്ങൾ നിറയണം. കുമ്പസാരത്തിൽ പരിപൂർണമായ പാപമോചനം കിട്ടി. ഈ അഭിഷേകത്തിൽ പരിപൂർണമായ രോഗശാന്തി, പരിപൂർണമായ ആന്തരിക സൗഖ്യം, എല്ലാ ബന്ധനങ്ങളിലുള്ള പരിപൂർണമായ ഒരു വിടുതൽ, മോചനം, ഇതെല്ലാമാണ് ഈ അഭിഷേകത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇത് കിട്ടുന്നതിന് വേണ്ടി കരങ്ങൾ മക്കളൊന്ന് ഉയർത്തിപ്പിടിച്ച് നമുക്ക് ഈ തൈലാഭിഷേകത്തിന്റെ പൂർണ്ണത നമ്മിൽ നടക്കുന്നതിനുണ്ട്. എല്ലാവരുടെയും നെറ്റിയിൽ തൈലം പൂശി കരുണയുടെ ദിവ്യാഭിഷേകം നൽകുന്നു. അതിനുശേഷമായിരിക്കും നമ്മൾ കുർബാനയിലേക്ക് വരിക. അപ്പൊ തൈലാഭിഷേകത്തിന് വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങാം. ഈ പ്രകാരം പ്രാർത്ഥിച്ചേ: കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണമേ, എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ഈ വിശിഷ്ട തൈലം എന്റെ മേൽ അഭിഷേകമായി തന്നുകൊണ്ട് ഈ അഭിഷേക തൈലത്തിലൂടെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നുകൊണ്ട് ഈ അഭിഷേക തൈലത്തിലൂടെ പരിപൂർണമായ രോഗശാന്തി എനിക്ക് തന്നുകൊണ്ട് ഈ അഭിഷേക തൈലത്തിലൂടെ ആത്മബന്ധനങ്ങൾ എന്നിൽ നീക്കി തന്നുകൊണ്ട് ഈ അഭിഷേക ശുശ്രൂഷയിലൂടെ
എന്റെ ആത്മാവിന് സമാധാനം തന്നുകൊണ്ട് ഈ അഭിഷേക തൈലത്തിലൂടെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ ഇതിലേക്ക് വർഷിച്ചുകൊണ്ട് ഈ അഭിഷേക തൈലത്തിലൂടെ എന്റെ ജീവിത തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഈ അഭിഷേക തൈലത്തിലൂടെ അങ്ങ് അപ്പസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും നൽകിയതുപോലെ എന്നെ അഭിഷേകം ചെയ്തുകൊണ്ട് ഈ അഭിഷേക തൈലത്തിലൂടെ എനിക്ക് തിരുവചനത്തിന്റെ ദിവ്യാഭിഷേകം തന്നുകൊണ്ട് തിരുവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും കൃപ തന്നുകൊണ്ട് തിരുവചനം എന്റെ ആത്മാവിൽ ആഴമായി പതിപ്പിച്ചുകൊണ്ട് ഈ അഭിഷേക അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ വരലേക്ക് തന്നുകൊണ്ട് അഭിഷേകത്തിന്റെ ശക്തി നമുക്ക് കേട്ടെ. സ്വരമായി തന്നെ പറഞ്ഞ കർത്താവേ, വിളിച്ച കർത്താവേ, ഞാൻ പ്രാർത്ഥിച്ച കർത്താവേ, ഒന്നുകൂടെ പറഞ്ഞു, കർത്താവേ അങ്ങയുടെ അഭിഷേക ശക്തി എനിക്ക് തരണമേ. കർത്താവേ അങ്ങയുടെ അഭിഷേക ശക്തി എനിക്ക് തരണമേ. അഭിഷേക ശക്തി പരിശുദ്ധാത്മാവ്. കർത്താവേ അങ്ങയുടെ അഭിഷേക ശക്തി എനിക്ക് തരണമേ. കർത്താവേ അങ്ങയുടെ അഭിഷേക ശക്തി എനിക്ക് തരണമേ. എന്റെ സകല പാപങ്ങളും മോചിച്ചുകൊണ്ട് പരിപൂർണമായ രോഗശാന്തി ഇപ്പോൾ തന്നുകൊണ്ട് പരിപൂർണമായ സൗഖ്യത്തിലേക്ക് എന്നെ നയിച്ചുകൊണ്ട് എന്റെ കുടുംബത്തിൽ സമാധാനം വർഷിച്ചുകൊണ്ട് എന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് എന്റെ ജീവിത തടസ്സങ്ങൾ മാറ്റിക്കൊണ്ട് ഞാനുമായി ബന്ധപ്പെടുന്നവരെ അങ്ങ് വിശദീകരിച്ചുകൊണ്ട് എന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പരിപൂർണമായി മറന്നുകൊണ്ട് അങ്ങനെ കരുണയിൽ അവിരാമം വർഷിച്ചുകൊണ്ട് അഭിഷേകത്തിന്റെ ശക്തി നൽകുന്നതിന് വേണ്ടി കരമുയർത്തി ശക്തമായി കൈയടിച്ചെന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശുശ്രൂഷ തുടങ്ങുകയാണ്. രണ്ട് ലൈനായിട്ട് ഇരിക്കുക. അച്ഛന് നിങ്ങളുടെ നെറ്റിയില് അഭിഷേകം തന്ന് ഇത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമായി എന്ന് സ്വീകരിക്കുക. ഇതോടുകൂടി ഒത്തിരി ബന്ധനങ്ങൾ, ഒത്തിരി തകർച്ചകൾ എല്ലാം നമ്മളിൽ നിന്ന് പോകുമെന്നുള്ള നല്ല വിശ്വാസം, നല്ല ബോധ്യം ഉണ്ടാകട്ടെ. പുരുഷന്മാർ വന്നിരിക്കുന്നു, സ്ത്രീകളുടെ നിൽക്കുന്നു. നെറ്റിയില് കുരിശ് വരച്ച് അച്ഛൻ ഒരു നിമിഷം പ്രാർത്ഥിക്കും. നെറ്റിയിൽ തൈലം പൂശി അച്ഛൻ ഒരു നിമിഷം പ്രാർത്ഥിക്കും. അതോടുകൂടി എന്തെല്ലാം തടസ്സങ്ങളാണ് വിട്ടുപോകേണ്ടത്, എന്തെല്ലാം തടസ്സങ്ങൾ വിട്ടുപോകണം, എന്തെല്ലാം ബന്ധനങ്ങൾ വിട്ടുപോകണം, ഏതെല്ലാം രോഗങ്ങളിൽ ശാന്തി കിട്ടണം. Glory to the
ശക്തമായി ലഭിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ഈശോയുടെ കരുണ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ. മരണാസന്നരായിരിക്കുന്ന സകലർക്കും നമ്മുടെ ഇടവകയിലാകട്ടെ എവിടെയുമാകട്ടെ കർത്താവിന്റെ കരുണയുടെ ചൈതന്യം ധരിക്കട്ടെ. യൂതന്മാരുടെ രാജാവായ നസ്രായനായ ഈശോയെ എന്റെ മേൽ കരുണയായിരിക്കണമേ എന്നുള്ള കള്ളന്റെ നല്ല കള്ളന്റെ പ്രാർത്ഥന മരണാസന്നരായ എല്ലാവരുടെയും ഹൃദയങ്ങളെയും ഈശോ കരുണയുള്ള ഈശോ നിക്ഷേപിക്കട്ടെ. ഒരു നിമിഷം നമ്മൾ എഴുന്നേറ്റ് നിന്ന് സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് എറണാകുളം അതിരൂപതയ്ക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാം. അത് എഴുന്നേറ്റ് ഈ കരുണ കർത്താവിന്റെ കരുണയുടെ ദിവസത്തില് എറണാകുളം അതിരൂപതയിലേക്ക് കർത്താവിന്റെ കരുണ അതിശക്തമായി കടന്നു വരട്ടെ. സീറോ മലബാർ സഭയിലെ രൂപതകളിലെ എറണാകുളം അതിരൂപത അതിപ്രസക്തമായ ഒരു രൂപതയാണ്. എല്ലാ അനുഗ്രഹം കൊണ്ട് തികഞ്ഞ ഒരു രൂപതയായിരുന്നു. പ്രശ്നങ്ങൾ ഒന്നിനൊന്ന് കടന്നു വന്ന് രൂപതയിൽ വളരെയേറെ പ്രതിസന്ധി ഉളവാക്കി. സാത്താൻ രൂപതയെ ചവിട്ടി മെതിച്ചു. അതിന്റെ തിക്തമായ ഫലങ്ങൾ രൂപതയിലെ എല്ലാ മക്കളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രൂപതയിൽ നിന്ന് ഈ കർത്താവിന്റെ കരുണ ശക്തമായ രൂപതയിലേക്ക് കടന്നു വന്ന് രൂപതയിൽ നിന്ന് ഈ അസ്വസ്ഥത പരിപൂർണമായി മാറ്റുവാൻ കർത്താവിന്റെ കരുണയുടെ ശക്തി അതിശക്തമായ രൂപതയിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി മക്കളൊന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ, 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 ഈ രൂപത പൂർവാധികം ശക്തിയോടെ കൂടി അഭിഷേകം
എറണാകുളം അതിരൂപതയിലെ ഓരോ ഇടവകയെ സമർപ്പിച്ച്, ഇടവക വികാരിയച്ഛനെ സമർപ്പിച്ച്, ആ ഇടവകയിലെ ഓരോ ഇടവകയിലും മുൻപുണ്ടായിരുന്ന ആ ദൈവാധിക ശക്തി അഭിഷേകം ഓരോ ഇടവകയിലും ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതുപോലെ അനുസരിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഇടവകളിലേക്ക് വർഷിക്കണമേ, ഇടവക വൈദികരിലേക്ക് വർഷിക്കണമേ, അവരുടെ കരുണയുടെ സ്നേഹം കൊടുക്കണമേ, കരുണാഭിഷേകം ഇടവകളിലേക്ക് വർഷിക്കണമേ, ഇടവക ജനങ്ങളുടെ ഐക്യം സ്ഥാപിക്കണമേ, സ്നേഹം വർദ്ധിപ്പിക്കണമേ, കരുണ വർദ്ധിപ്പിക്കണമേ. ഈശോയെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ ഇടവകയെ നമ്മൾ സമർപ്പിക്കുന്നു. നമ്മുടെ ഇടവകയിലെ ഓരോ കുടുംബങ്ങളെ, രൂപതയിലെ ഇടവകകളുടെ ഓരോ കുടുംബങ്ങളെയും നമ്മൾ സമർപ്പിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ എല്ലാം നമുക്ക് തിരിച്ചു കിട്ടണം. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയ ദൈവഭക്തി, ദൈവസ്നേഹം, ആരാധന ക്രമത്തിലുള്ള തീഷ്ണത, ഇതെല്ലാം ഐക്യം, ഇതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി പരിശുദ്ധ ഈശോയുടെ കരുണ നമ്മുടെ ഓരോ കുടുംബങ്ങളിലേക്കും ഇടവകളിലേക്കും അതിശക്തമായി കടന്നു വരട്ടെ. കരമുയർത്തി സ്വരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപയാൽ നിറയ്ക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ. അനുഗ്രഹങ്ങൾ വർഷിക്കണമേ. എല്ലാ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ കരുണ ഒഴുകി എത്തട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കുടുംബങ്ങളിലെ ഓരോ മകനെയും മകളെയും, കുടുംബങ്ങളിലെ ഓരോ മകനെയും മകളെയും, ഓരോ രോഗിക്കും ഇപ്പോൾ കർത്താവിന്റെ കരുണ അനുഭവവേദ്യമായി തീരട്ടെ. ബന്ധനത്തിലായിരിക്കുന്ന സകല മക്കളും ഈ നിമിഷം ബന്ധന മോചനം പ്രാപിക്കട്ടെ. ഏതെങ്കിലും തരത്തിൽ ഈശോയെ അകന്നുപോയ മക്കളെല്ലാം തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ കരുണ ഇടപെടട്ടെ. കർത്താവിന്റെ കരുണ അതിശക്തമായി ഇടപെട്ട് നമ്മുടെ ഭവനങ്ങളിലെ രോഗികൾക്ക് രോഗശാന്തി, പാപികൾക്ക് പാപമോചനം, പശ്ചാത്താപം, സാമ്പത്തികമായി തകർന്നു പോയവർക്ക് അതിന്റെ ഉയർച്ച, വിവാഹമെടുക്കാത്തവരുടെ വിവാഹം ബന്ധനങ്ങൾ മാറ്റി, അതുപോലെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ നൽകി സാമ്പത്തിക ഭദ്രത, വിദ്യാഭ്യാസ പൂർണ്ണത, സാമ്പത്തികമായ തകർച്ചകളുടെ പരിപൂർണമായ മോചനം, ഇതെല്ലാം ഇതിനു വേണ്ടി ശക്തമായി കരമുയർത്തിപ്പിക്കുന്നു, സ്വരമുയർത്തി ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ, 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 ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ, ഈ കരുണയുടെ തിരുനാൾ ദിവസം ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്തെന്നില്ലാത്ത പാപമോചനം, പരിപൂർണമായ പാപമോചനം എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. ഹല്ലേലൂയ. ഓരോ മകനും മകൾക്കും പൂർണ്ണമായ ആരോഗ്യം ലഭിക്കുമാറാകട്ടെ. കുടുംബത്തിലെ മക്കളെല്ലാം നന്നായി പഠിച്ചു പോകാനുള്ള കൃപ ലഭിക്കട്ടെ. സാമ്പത്തിക തകർച്ചയിൽ നിന്ന് നമ്മുടെ കുടുംബം മോചനം പ്രാപിക്കട്ടെ. സാമ്പത്തിക ബാധ്യത എല്ലാ കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ. അയൽക്കാരുമായുള്ള ബന്ധം നല്ല നിലയിലേക്ക് കടന്നു വരട്ടെ. സ്നേഹത്തിന്റെ അന്തരീക്ഷം കുടുംബങ്ങളിൽ ഉണ്ടാകുമാറാകട്ടെ. എല്ലാ കുടുംബങ്ങളുടേതായ ഐക്യം ഉണ്ടാകുമാറാകട്ടെ. എല്ലാവരും നിറയട്ടെ. വചനത്തിന്റെ അഭിഷേകം എല്ലാം മക്കൾക്ക് ലഭിക്കട്ടെ. സ്വർഗീയ നിറവും നൽകട്ടെ. രോഗശാന്തി എല്ലാവരും ലഭിക്കട്ടെ. മരണാസന്നരായി കിടക്കുന്നവർക്ക് നല്ല മരണം ലഭിക്കുമാറാകട്ടെ. രോഗത്തിൽ കഴിയുന്നവർക്ക് പരിപൂർണമായി വിടുതൽ ലഭിക്കുമാറാകട്ടെ. കഴിയുന്നവർക്ക് തിന്മയിൽ മോചനം കിട്ടട്ടെ. ആത്മീയമായ ബന്ധത്തിലായിരിക്കുന്നവർക്ക് പരിപൂർണമായ മോചനം ലഭിക്കുമാറാകട്ടെ. പറ്റുന്നവർക്ക് ഒട്ടുമുതിർന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ കരുണയുടെ തിരുനാൾ ദിവസം അങ്ങേ പക്കൽ വന്ന്
അങ്ങേ ആരാധിക്കുകയും അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ഞങ്ങളെ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കരുണയുടെ അഭിഷേക ശക്തി ഞങ്ങൾ ഒരിക്കലും പിൻവലിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം ശാന്തി വസിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലെ സകല രോഗികളെയും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണാസന്നരായ എല്ലാ മക്കൾക്കും നല്ല മരണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തകർന്നുപോയ മക്കളെ അമ്മയുടെ തിരിച്ചു കൊണ്ടുവരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത തടസ്സം അനുഭവിക്കുന്ന മക്കൾക്ക് എന്തൊന്നില്ലാത്ത മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിന്റെ അഭിഷേകം എല്ലാ മക്കൾക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനം വായിക്കുമ്പോൾ ഉറക്കം വരുന്നവര്, ജപമാല തുടങ്ങുമ്പോഴേ ഉറക്കം വരുന്നവർക്ക് ഈ ബന്ധനത്തിൽ നിന്ന് പരിപൂർണമായ മോചനം കരുണയുടെ പെരുന്നാൾ ദിവസമായ ഇന്ന് കർത്താവേ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ അന്തമായ സ്നേഹവും പരിപാലനയും അങ്ങ് ഇന്നേ ദിവസം വർഷിക്കുന്നതിനോട് നന്ദി പറയുന്നു. അങ്ങയോട് ഞങ്ങൾ എന്തും നന്ദിയുടെ അങ്ങോട്ട് കരുണ തരണമേ. ഞങ്ങളെ കരുണേൽപ്പിച്ചിരിക്കുന്ന കൃപ, അതായത് അങ്ങയുടെ കരുണ അനുഭവിക്കുന്ന കൃപ, അങ്ങയുടെ കരുണയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന കൃപ ഞങ്ങളിൽ സ്ഥിരമായി നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭദ്രമായ സമാധാന ശാന്തിയും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഇടവക മുഴുവനും എറണാകുളം അതിരൂപത മുഴുവനും ലോകം മുഴുവനും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ജീവൻ മുക്തി പകർന്നരുളും വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം മർത്യമുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നിത്യമഹോന്നതമപ്പം പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു മോചനമേകി സകലേശാദിവ്യകടാക്ഷം തോന്നണമേ വത്സലസുതരിൽ നമ്മരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരം പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.
കർത്താവിന്നു